ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന സിമ്പിൾ റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുക്കാം കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കൈ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ 2 മണിക്കൂർ മാറ്റി വെക്കാനില്ല, പെട്ടെന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊരു 2 വീസിലോളം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ചെയ്യുന്നത്. 2 മണിക്കൂർ വെക്കുന്നുണ്ട്. നമുക്കിനി ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങത് വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പം നമ്മളിതാ ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് മിക്സിയിൽ ജാറിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടി കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൈദയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്തെടുക്കാം കേട്ടോ. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാവിത നമ്മൾ ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാകാനും പാടില്ല കേട്ടോ. നമ്മൾ ദോശ മാവിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാവുകൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്തും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ആ പരിപ്പ് മാത്രമായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പ് കുതിർത്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 മണിക്കൂർ എന്തായാലും വെക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് വെന്ത് കിട്ടൂല നമുക്ക് പെട്ടെന്നൊന്നും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് പെട്ടെന്ന് വെന്ത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയിലിട്ട് നിന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ പരിപ്പ് ആവശ്യത്തിനുള്ള വെന്ത് കിട്ടിക്കോളും. നന്നായിട്ട് ഉടഞ്ഞു പോകില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പം കുക്കറിൽ അടിക്കുമ്പോൾ നമുക്ക് ചിലപ്പം 1-2 ഫീസിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പരിപ്പ് ഉടഞ്ഞു പോകാതെ കിട്ടുമേ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു 3 ടീസ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ള പഞ്ചസാര 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും ചേർക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ആ ഒരു മാവിലേക്ക് അങ്ങ് ചേർത്തിട്ട് ബാക്കി വെക്കണം കേട്ടോ. മൊത്തത്തിലങ്ങ് നമ്മളതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനായ സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ മാവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പിൻ്റെ മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതിയാണേ ചേർക്കുന്നുള്ളൂ, മൊത്തത്തിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഗീ, രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ, ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ബദാമൊക്കെ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മളിത് ഇപ്പം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ടിതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതിയേ.
അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയും കൂടി കേട്ടോ ഇത്. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതിയല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.